ല്ലോ പുകയ്ക്കുമ്പം. അങ്ങനെ മിറ്റമെല്ലാം തൂത്ത് വാരി എടുത്തിട്ടുണ്ട്. മോനെ തൊട്ടിലിൽ കിടത്തിയ സമയത്താണ് മിറ്റം തൂത്തത്. ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോയുടെ ഇടയിൽ ചെറിയ തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വീട് പണി നടക്കുന്നുണ്ട് ഗൈസ്, അതിൻ്റെ സൗണ്ടുകളാണ്. അങ്ങനെ അവനെ ഉറക്കി കിടത്തിയ നേരം കൊണ്ട് ജനലുകളെല്ലാം തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. വീടാകവേ മാറിക്കിടക്കുകയായിരുന്നു. റൂമുകളിലും എല്ലാം മാറാലയും തുണികളും തുണിയേ ഉള്ളായിരുന്നു ശരിക്കും. ഇതിൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ മോള് ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ പോയി ഉണർത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവളെ അടുത്ത് കാര്യം പറയാൻ, ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ചെയ്യാക്കത്തുള്ളൂ എന്ന്. കട്ടിലിൻ്റെ പുറത്തായിരുന്നെങ്കിൽ ഞാൻ മടക്കി വെച്ചിരുന്ന ദിവാങ്കോട്ടിൻ്റെ മണ്ടയിൽ മടക്കി വെച്ചിരുന്ന ബ്ലാങ്കറ്റുകളും ഷീറ്റുകളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഗൈസ്. പിന്നെ കുറേ ബാഗുകളേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടെ ബാഗ് എന്താ ചെയ്യണമെന്ന്. അങ്ങനെ പിന്നെ അയൺ ബോക്സും ബാഗും